സ്വപ്നത്തിൽ നിന്ന് ഞെട്ടിയെണീറ്റ് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് നമ്മൾ സ്വപ്നം കാണുന്നതെന്ന്? സ്വപ്നത്തിൽ നിങ്ങൾ ചിലപ്പോൾ പറക്കുകയായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ പിന്തുടരുന്നു. പെട്ടെന്ന് വേറേതോ സ്ഥലത്തെത്തുന്നു. ഇതുപോലത്തെ വിചിത്രമായ, പേടിപ്പെടുത്തുന്ന, സങ്കടപ്പെടുത്തുന്ന, സന്തോഷം തരുന്ന സ്വപ്നങ്ങളൊക്കെ നിങ്ങൾ കാണാറുണ്ടോ? എന്തുകൊണ്ടാണ് നമ്മൾ ഉറങ്ങുമ്പോൾ വിചിത്രമായ പല കാര്യങ്ങളും കാണാൻ പറ്റുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞ് ഏകദേശം 90 മിനിറ്റുകൾക്ക് ശേഷമാണ് REM എന്ന സ്റ്റേജിലെത്തുക. REM അഥവാ റാപ്പിഡ് ഐ മൂവ്മെന്റ്. REM സ്റ്റേജിലിരിക്കുമ്പോൾ ബ്രെയിനിന്റെ ചിന്തിക്കാനും കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഭാഗം ഒഴികെ ബാക്കി ഭാഗമൊക്കെ ആക്റ്റീവ് ആയിരിക്കും. ഈ സ്റ്റേജിലാണ് നമ്മൾ കൂടുതലായി സ്വപ്നം കാണുക. സ്വപ്നം അനുഭവപ്പെടുന്ന സമയത്ത് നമ്മൾ എന്താണോ കാണുന്നത് അതിനനുസരിച്ച് കൃഷ്ണമണി ചലിക്കുന്നു. ഇതുകൊണ്ടാണ് ഈ സ്റ്റേജിനെ റാപ്പിഡ് ഐ മൂവ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഇനി എങ്ങനെയാണ് ബ്രെയിൻ വിഷ്വൽസ് അല്ലെങ്കിൽ ഇമാജിനേഷൻസ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. നമ്മുടെ ബ്രെയിനിനകത്ത് ബ്രെയിൻ സ്റ്റെം എന്നൊരു ഭാഗമുണ്ട്. ഇത് ശ്വസിക്കാനും ഹൃദയമിടിപ്പ് കൺട്രോൾ ചെയ്യാനും മറ്റു പല ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനത്തെ സഹായിക്കുന്നു. ബ്രെയിനിന്റെ ഈ ഭാഗം എല്ലാ സമയവും ആക്റ്റീവ് ആയിരിക്കുകയും കണ്ടിന്യൂസ് ആയിട്ട് ഇലക്ട്രിക്കൽ സിഗ്നൽസ് അയച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു. ബ്രെയിൻ സ്റ്റെമ്മിൽ നിന്നുള്ള സിഗ്നൽസ് ബ്രെയിനിന്റെ ആക്റ്റീവ് ആയിട്ടുള്ള മറ്റു ഭാഗങ്ങളിലേക്ക് എത്തുകയും അതുവഴി ആ ഭാഗങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഹിപ്പോകാമ്പസ് എന്ന തലച്ചോറിന്റെ ഭാഗം പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഓർമ്മകൾ, നമ്മൾ കണ്ട സ്ഥലങ്ങൾ, മുഖങ്ങളൊക്കെ ഓർക്കുന്നു. അമിഗ്ഡാല എന്ന ഭാഗത്ത് ഇമോഷൻസ് രൂപപ്പെടുകയും പേടി, സങ്കടം, സന്തോഷം ഇവയിലേതെങ്കിലുമൊക്കെ അനുഭവപ്പെടും. ഇതൊക്കെ മിക്സായിട്ട് ഒരു സ്റ്റോറി പോലെ ബ്രെയിൻ ചിന്തിച്ചെടുക്കുകയും വിഷ്വൽ കോർട്ടെക്സ് എന്ന ഭാഗത്തിന്റെ സഹായത്തോടെ സ്വപ്നമായിട്ട് നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും. ബ്രെയിനിന്റെ ലോജിക്കൽ ആൻഡ് കൺട്രോൾ പാർട്ട് ഈ സമയത്ത് വർക്കാകാത്തത് കൊണ്ട് തന്നെ നമുക്ക് സ്വപ്നം ഒട്ടും ലോജിക്കൽ അല്ലാത്തതുപോലെ തോന്നാം. നമ്മുടെ റിയൽ ലൈഫിലെ ഇമാജിനേഷൻസ്, ഓർമ്മകൾ, ട്രോമകളൊക്കെ സ്വപ്നമായിട്ട് മിക്സ് ആവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ചില സമയത്ത് നമ്മുടെ ജീവിതവുമായി ബന്ധമില്ലാത്ത സ്വപ്നങ്ങളും നമ്മൾ കാണാറുണ്ട്. ഇതിന് കാരണം നമ്മുടെ ലോജിക്കൽ ബ്രെയിൻ ആക്റ്റീവ് ആയിരിക്കില്ല. നമ്മുടെ ഇമോഷൻസും ക്രിയേറ്റീവ് മൈൻഡും ഒക്കെ ആക്റ്റീവ് ആയിരിക്കും. ഇത് പല ലോജിക് അല്ലാത്ത കാര്യങ്ങളും ചിന്തിച്ചെടുക്കുന്നു. ഡ്രീം എന്ന് പറയുന്നത് മെമ്മറി, ക്രിയേറ്റിവിറ്റി, ഇമോഷൻ ഇതിൻ്റെയൊക്കെ ഒരു മിക്സ്ചറാണ്. ഇനി സ്വപ്നത്തിൽ നിന്ന് ഞെട്ടിയെണീറ്റാൽ നിങ്ങൾ ഓർക്കുക, നമ്മുടെ ബ്രെയിൻ ഹാർഡ് വർക്കിംഗ് ആയിരുന്നു എന്ന്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വിചിത്രമായ സ്വപ്നം കമന്റ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.